നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് ചെറിയ ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ എന്തന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് തപ്പുകയാണ്? തും ക്യാ ഢൂണ്ട് രഹേ ഹോ അല്ലെങ്കിൽ തും ക്യാ ഖോജ് രഹേ ഹോ എന്നും ചോദിക്കാം. ഢൂണ്ടിന എന്ന് പറഞ്ഞാൽ തിരയുക എന്നാണ് അർത്ഥം. ഖോജിന എന്ന് പറഞ്ഞാലും അന്വേഷിക്കുക. രണ്ടും ഏറെക്കുറെ ഒരേ അർത്ഥം തന്നെയല്ലേ. ഇനി എന്നെ സഹായിക്കൂ. മേരി മദത് കരോ. മദത് കർണ എന്ന് പറഞ്ഞാൽ സഹായിക്കുക. മദത് കരോ, സഹായിക്കൂ. ഇത് ശരിക്ക് ചെയ്യൂ. ഇസേ ഠീക് സേ കരോ. ഠീക് സേ കർണ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെയ്യുക. ഇസേ ഠീക് സേ കരോ. ഞാൻ തിരക്കിലാണ്. മേ വ്യസ്ത് ഹും. വ്യസ്ത എന്ന് പറഞ്ഞാൽ ബിസി, തിരക്ക്. മേ വ്യസ്ത് ഹും, ഞാൻ തിരക്കിലാണ്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? തുമ്നെ ക്യാ കഹാ. തുമ്നെ ക്യാ കഹാ. വൈകുന്നേരം നേരത്തെ വരാൻ പറ്റുമോ? ശാം കോ ജൽദി ആ സക്താ ഹേ ക്യാ. ശാം കോ വൈകുന്നേരം, ജൽദി വേഗം, ആ സക്താ ഹേ വരാൻ പറ്റും. ആ സക്താ ഹേ ക്യാ വരാൻ പറ്റുമോ? ശാം കോ ജൽദി ആ സക്താ ഹേ ക്യാ. വൈകുന്നേരം നേരത്തെ വരാൻ പറ്റുമോ അല്ലെങ്കിൽ വേഗം വരാൻ പറ്റുമോ? എന്നെ ഒറ്റയ്ക്ക് വിടൂ. മുझे അക്കേല ചോടുതോ. അക്കേല എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്, ചോടുതോ എന്ന് പറഞ്ഞാൽ വിടൂ. മുझे അക്കേല ചോടുതോ, എന്നെ ഒറ്റയ്ക്ക് വിടൂ. എവിടെയെങ്കിലും പോകണോ? കഹി ജാനാ ഹേ ക്യാ. കഹി എവിടെയെങ്കിലും, ജാനാ ഹേ ക്യാ പോകണോ. വല്ലപ്പോഴുമെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കൂ. കഭി തോ മേരി സുൻ ലിയാ കരോ. കഭി തോ എപ്പോഴെങ്കിലും, വല്ലപ്പോഴുമെങ്കിലും, മേരി സുൻ ലിയാ കരോ ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ എന്തിനാണ് കള്ളം പറഞ്ഞത്? തുമ്നെ ജൂട്ട് ക്യോം ബോല അല്ലെങ്കിൽ തുമ്നെ ക്യോ ജൂട്ട് ബോല. രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാം. ജൂട്ട് എന്ന് പറഞ്ഞാൽ കള്ളം. പേടിച്ചിട്ടാണ് കള്ളം പറഞ്ഞത്. ഡർക്കെ മാരെ ജൂട്ട് ബോല. ഡർക്കെ മാരെ എന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട്. ജൂട്ട് ബോല എന്ന് പറഞ്ഞാൽ കള്ളം പറഞ്ഞത്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മുझे ഗുസ്സ മത്ത് ദിലാവോ. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. ഗുസ്സ മത്ത് ദിലാവോ, ദേഷ്യം പിടിപ്പിക്കരുത്. മറ്റുള്ളവരെ കളിയാക്കരുത്. ദൂസരോങ്കി ഹസി മത്ത് ഉടാവോ. ദൂസരോങ്കി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ. ഹസി ഉടാന എന്ന് പറഞ്ഞാൽ കളിയാക്കുക. ഹസി മത്ത് ഉടാവോ, കളിയാക്കരുത്. ദൂസരോങ്കി ഹസി മത്ത് ഉടാവോ, മറ്റുള്ളവരെ പരിഹസിക്കരുത് അല്ലെങ്കിൽ കളിയാക്കരുത്. അങ്ങനെ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മേ ഐസാ ക്യോ കർ രഹാ ഹൂം. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മേ ഐസാ ക്യോ കർ രഹാ ഹൂം. മുझे भी नहीं पता. എനിക്ക് തന്നെ അറിയത്തില്ല. മേ ഐസാ ക്യോ കർ രഹാ ഹൂം മുझे भी नहीं पता. എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നതെന്ന്. അവൾ നിങ്ങളെപ്പോലെയാണ് കാണാൻ. വ തുമാരി ജൈസി ദിക്തി ഹേ. വ തുമാരി ജൈസി നിങ്ങളെപ്പോലെ, ദിക്തി ഹേ കാണുന്നത്, കാണാൻ നിങ്ങളെപ്പോലെയാണ്. അതാണ് എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ആപ്കോ ക്യാ പസന്ത് ഹേ. പസന്ത് ഇഷ്ടം. ആപ്കോ ക്യാ പസന്ത് ഹേ താങ്കൾക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം. ഇതെങ്ങനെയുണ്ടാവും? ഏവാല കൈസാ രഹേഗ. ഏവാല ഇതെന്നുള്ള അർത്ഥമാണ്. എങ്ങനെയുണ്ടാകും? കൈസാ രഹേഗ. ഞാൻ ഈ ബുക്ക് നേരത്തെ വായിച്ചിട്ടുണ്ട്. മേനെ ഏ ബുക്ക് പെഹലെ പഠാ ഹേ. പെഹലെ സേ പഠാ ഹേ നേരത്തെ തന്നെ വായിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളൂ. പസന്തായാത്തോ ലേലോ. പസന്താകയാത്തോ ലേലോ അങ്ങനെ പറയാം. ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം. മേ ഏക് ദോ ദിൻ മേ വാപ്പസ് കർത്താ ഹൂം. ഏക് ദോ ദിൻ മേ എന്ന് പറഞ്ഞാൽ 1-2 ദിവസത്തിൽ. വാപ്പസ് കർത്താ ഹൂം, വാപ്പസ് കർണ എന്ന് പറഞ്ഞാൽ തിരിച്ചു തരിക. മേ ഏക് ദോ ദിൻ മേ വാപ്പസ് കർത്താ ഹൂം ഞാൻ 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാം. ഒരു ധൃതിയുമില്ല. കോയി ജൽദി നഹി ഹേ. കോയി ജൽദി നഹി ഹേ എനിക്കൊരു ധൃതിയുമില്ല. മുझे കോയി ജൽദി നഹി ഹേ. തും ആരാം സെ പഠ്കർ ദേ ദോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പതുക്കെ പഠിച്ചിട്ട് തരൂ, ഒരു ധൃതിയും പിടിക്കേണ്ട. ആരാം സെ പഠ്കർ ദേ ദോ. പഠിക്കർ എന്നുള്ളതിന് പഠിച്ചിട്ടെന്നുള്ള അർത്ഥമുണ്ട്, വായിച്ചിട്ടെന്നും പറയാം. നിങ്ങൾ
പതുക്കെ വായിച്ചിട്ട് തരൂ. തും ആരാം സെ പഠ്കർ ദേ ദോ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇസേ കൈസേ കർനാ ഹേ. ഇസേ കൈസേ കർനാ ഹേ. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങൾ പരിശ്രമിച്ചായിരുന്നോ? ക്യാ തുമ്നെ കോശിഷ് കി? ക്യാ തുമ്നെ കോശിഷ് കി? നിങ്ങൾ ശ്രമിച്ചായിരുന്നോ? ഇത് ശ്രദ്ധയോടെ കേൾക്കൂ. ഇസേ ധ്യാൻ സേ സുനോ. ധ്യാൻ സേ സുനോ, ശ്രദ്ധിച്ച് കേൾക്കൂ. ഇസേ ധ്യാൻ സേ സുനോ. ഞാൻ കാണട്ടെ, അല്ലെങ്കിൽ എന്നെ കാണാൻ അനുവദിക്കൂ. മുझे देखने दो. മുझे देखने दो. വീണ്ടും ശ്രമിക്കൂ. ഫിർ സേ കോശിഷ് കരോ. ഫിർ സേ, വീണ്ടും. കോശിഷ് കരോ, ശ്രമിക്കൂ. അതുപോലെ രണ്ടാമതും ശ്രമിക്കൂ. ദുബാര കോശിഷ് കരോ, അങ്ങനെ പറയാം. നിങ്ങൾ കള്ളം പറയുകയായിരുന്നു. തും झूठ बोल रहे थे. തും झूठ बोल रहे थे. നിങ്ങൾ കള്ളം പറയുകയായിരുന്നു. നിങ്ങൾ ചീത്തയാക്കി. തുമ്നെ ബിഗാഡ് ദിയ. ഓ ഖിലൗന തുമ്നെ ബിഗാഡ് ദിയ എന്ന് പറഞ്ഞാൽ ആ കളിപ്പാട്ടം നിങ്ങൾ ചീത്തയാക്കി. ബിഗാഡ് ദേന, ചീത്തയാക്കുക. നിങ്ങൾ എന്നെ സഹായിക്കൂ. തും മേരി മദത് കരോ. മദത് കർണ, സഹായിക്കുക. തും മേരി മദത് കരോ, നിങ്ങൾ എന്നെ സഹായിക്കൂ. തർക്കിക്കരുത്. ബഹസ് മത് കരോ. ബഹസ് കർണ എന്ന് പറഞ്ഞാൽ ആർഗ്യൂ ചെയ്യുക. ബഹസ് മത് കരോ, തർക്കിക്കരുത്. നിങ്ങൾ അവിടെ നോക്കണമായിരുന്നു. തുമേ വഹാം ദേഖ്നാ ചാഹിയേ ഥാ. വഹാം ദേഖ്നാ ചാഹിയേ ഥാ, അവിടെ നോക്കണമായിരുന്നു. എന്നെ നോക്കണ്ട, അല്ലെങ്കിൽ എന്നെ നോക്കരുത്. മുझे മത് ദേഖോ. മുझे ഐസെ മത് ദേഖോ, എന്നെ അങ്ങനെ നോക്കരുത്, അല്ലെ എന്നെ അങ്ങനെ നോക്കണ്ട. വേഗം അവസാനിപ്പിക്കൂ. ജൽദി ഖത്തം കരോ. ജൽദി ഖത്തം കരോ. ഖത്തം കർണ എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക. ജൽദി ഖത്തം കരോ. എനിക്ക് ഉറക്കം വരുന്നു. മുझे നീന്ത് ആ രഹി ഹേ. നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം. മുझे നീന്ത് ആ രഹി ഹേ, എനിക്ക് ഉറക്കം വരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡെയിലി പറയാൻ ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പലതും, ചില സെൻറ്റൻസുകളൊക്കെ നമ്മൾ നേരത്തെയുള്ള ഏതെങ്കിലും വീഡിയോകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കും. എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അത് പെട്ടെന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കണം. വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെൻറ്റൻസുകൾ ഏതെങ്കിലുമൊക്കെ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കതുകൊണ്ട് അത്രയ്ക്കും പ്രാക്ടീസ് ആണല്ലോ ആവുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ നിങ്ങൾ ഡെയിലി ലൈഫിൽ കുറേശ്ശെയൊക്കെ എങ്കിലും ഹിന്ദി സെൻറ്റൻസുകൾ പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്